തേനും വയമ്പും എന്ന തൻ്റെ ആദ്യ ചിത്രം മുതൽ വെട്ടം വരെയുള്ള എല്ലാ ചിത്രങ്ങളിലും അഭിനയിച്ചതാണ് സുമാരി ചേച്ചി. ഈ ഇത്രയും ചിത്രങ്ങളുടെ നിർമ്മാതാവായ ശ്രീ സുരേഷ് കുമാറാണ് അടുത്തതായി ഈ വേദിയിലേക്ക് എത്തുന്നത്. സാധാരണ ചില കാര്യങ്ങളിലൊക്കെ സുരേഷിനെ വിളിച്ചാൽ ചിലപ്പോൾ എത്തലുണ്ടാവില്ല. പല കാരണങ്ങൾ പറഞ്ഞ് സുരേഷ് എന്തെങ്കിലും കാരണം പറഞ്ഞു പോകും. ഇതിന് സുരേഷ് വരുമെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. കാരണം സുമാരി ചേച്ചിയുടെ ഒരു കാര്യമായതുകൊണ്ട് സുരേഷ് വരാതിരിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയായിരുന്നു, സുരേഷ് എടുത്തോട്ടുള്ള എല്ലാ സിനിമകളിലും സുമാരി ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ പടത്തിലും ഇപ്പം ചേച്ചി ഇല്ലാത്ത പടങ്ങളൊന്നും ഇല്ല. ശ്രീ PVG വന്നപ്പോഴും ഇത് തന്നെ പറഞ്ഞത്, എടുത്തിട്ടുള്ള എല്ലാ പടത്തിലും ചേച്ചി ഉണ്ടായിരുന്നു. സുരേഷിൻ്റെ ഇപ്പോൾ വെട്ടം റിലീസായ പടത്തിൻ്റെ ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇനി റിലീസാവാനുള്ള സീതാ കല്യാണത്തിലൊക്കെ ചേച്ചി ആച്ചിയും രണ്ടുപേരും ഒന്നിച്ച് അഭിനയിച്ചു. ഈ ചേച്ചിയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ആദ്യം ഓർമ്മ വരുന്ന ഒരു കാര്യം? എന്തായിരിക്കും? ചേച്ചി ചിരിക്കുന്നുണ്ട്. സുരേഷ് പറയുമ്പോൾ ചേച്ചി ചിരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സുരേഷിന്റെ ഈ കമ്പനിയുടെ പേര് സൂര്യോദയ ക്രിയേഷൻസ് ആണ്. ആ സൂര്യോദയം അദ്ദേഹം കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ ഓർത്തിച്ചിരിച്ചു പോയതാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം പടമാണെങ്കിലും രാവിലെ എഴുച്ച് ഷൂട്ടിങ്ങിന് വരുന്ന കാര്യമൊന്നും ബുദ്ധിമുട്ടില്ല. ചേച്ചിയുടെ കമൻ്റാണ് എപ്പോഴും. ചേച്ചി ഉണ്ടെങ്കിൽ സെറ്റിലുണ്ടെങ്കിൽ വളരെ ലൈവ്ലി ആയിരിക്കും എപ്പോഴും. ചേച്ചി തമാശയൊക്കെ പറഞ്ഞ് നമുക്ക് ഒരിക്കലും ചേച്ചി ഒരു ആക്ട്രസ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യാറില്ല. അപ്പം നമ്മുടെ സ്വന്തം ചേച്ചി നമ്മുടെ പടത്തിൽ വന്ന് അഭിനയിക്കുന്ന ഒരു തോന്നലാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ചേച്ചി ആദ്യമായിട്ട് ഞാൻ ഒരു പടം ബുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 1980 കരയെ തൊടാതെ ഇലകളിൽ നിന്ന് ഞങ്ങളൊരു തമിഴ് പടം എടുത്തു. അതിന് ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ ഞാനും പ്രിയനും കൂടാണ് പോകുന്നത്. പ്രിയനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്, അശോകാണ് അതിൻ്റെ ഡയറക്ഷൻ. അപ്പം അവിടെ ചെന്നു, ചേച്ചിയെ കണ്ടു, അഡ്വാൻസ് ഒക്കെ കൊടുത്തു. പക്ഷേ ആ പടം നടന്നില്ല. എൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞ് ആ പടം പ്രോജക്റ്റ് ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ ചേച്ചിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെയാണ്. അത് കുഴപ്പമില്ല മോനെ, നമുക്ക് അടുത്ത പടം വേറൊരു പടം ചെയ്യാമെന്ന്. പക്ഷേ നമുക്ക് തമിഴ് പടം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ഒരു മലയാളം പടത്തിനാണ് പോയത്. അങ്ങനെയാണ് പിന്നെ രണ്ടാമത് തേനും വയമ്പിനും ചെല്ലുമ്പോഴാണ് ചേച്ചിയെ കാണുന്നത്. ഞങ്ങൾ ഊട്ടിയിലായിരുന്നു ഷൂട്ടിങ്. അതൊരു പിക്നിക്കാണ്. ശരി, ഷൂട്ടിംഗ് എന്ന് അദ്ദേഹം പറയുന്നു. ഷൂട്ടിംഗ് എന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല. എന്തോ ഒരു പിക്നിക്ക് വന്നു, അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരു ഷോട്ടിന് വിളിക്കും, നമ്മൾ പോയി ഒന്ന് അഭിനയിക്കും, അത്രേ ഉള്ളൂ. പിന്നെ സ്വന്തം ജീവിതത്തിലും സുമാരി ചേച്ചിയുടെ ഒരുപാട് പങ്കുണ്ട് അല്ലേ? റൊമാൻസിനും ഒക്കെ സുമാരി ചേച്ചി അഭിനയിക്കാൻ ചെല്ലുന്നിടത്ത് നമ്മൾ സ്ഥിരമായിട്ട് ട്രിവാൻഡ്രത്ത് ചേച്ചി ഉണ്ടെങ്കിൽ നമ്മളെ എന്നെ കാണാനല്ല, ചുമ്മാ എന്തെങ്കിലും പറയാതെ. സുരേഷിന്റെ ഭാര്യ ആരാണെന്ന് അറിയാലോ അല്ലേ? മേനകയാണ്. അതായത് എങ്ങനെ നീ മറക്കും എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് വർമ്മ ട്രാവൽസ് കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ചേച്ചി എന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത്. നമുക്കൊന്നും ആരെയും പരിചയപ്പെടുത്തി തരും. പക്ഷെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് തെറ്റില്ല, അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളൂ. അതും നല്ല കാര്യമാണ്, നല്ല കാര്യങ്ങൾ തന്നെയാണ് തുടങ്ങിയത്. പിന്നെ വളരെ കോമൺ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ചേച്ചിയുടെ മോൻ്റെ പേര് സുരേഷാണ്. അതെ, ഞാനതാണ്. ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോ ചേച്ചിയെടുത്ത് വെച്ചു, ഇത് മാനാണ്. അപ്പോൾ പറഞ്ഞാൽ ഇത് മാൻ തന്നെ, ഇത് സുരേഷാണ്. അമ്പലത്തിൽ പോകുമ്പോൾ ആരെങ്കിലും ചോദിച്ചു ചേച്ചി മോനാണോ എന്ന് ചോദിച്ചു. അതെ, ഇനിയിപ്പോൾ അവിടെ ചെന്ന് റിലേഷൻഷിപ്പ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണോ? ഒരു കാര്യമില്ല, മോൻ തന്നെയാണ്. അതെ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ചേനൻ്റെ ഹോട്ടലിലാണ് നമ്മൾ അന്ന് പങ്കജിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും നമ്മുടെ വീട് പോലെ തന്നെ, ഹോട്ടൽ പോലെ ഒന്നും തോന്നിയിട്ടില്ല. അവിടെ തന്നെയാണ് നമ്മൾ താമസിക്കുന്നതും എല്ലാം. അങ്ങനെയല്ല, നമ്മുടെ അമ്മയും ചേച്ചിയും എല്ലാമാണ് ചേച്ചി അല്ലേ? സുരേഷിന്റെ വീട്ടിലെ അമ്മയും അവരും എല്ലാം ആയിട്ട് നമുക്ക് വളരെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ്. എന്തായാലും ഇവിടെ വരാൻ സാധിച്ചത് വളരെ സന്തോഷം. താങ്ക് യു സുരേഷ്.